ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലെങ്കിൽ രാത്രിയിലായാലും ഈവൻ സ്നാക്ക് ആയിട്ടാണെങ്കിലും ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയുന്ന അടിപൊളി ടേസ്റ്റിൽ ഒരു ബട്ടർ ഗാർലിക് ബണ്ണിൻ്റെ റെസിപ്പി നോക്കാം. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനായിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ചിക്കി പൊരിച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയി പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ടിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴന്ന് വന്നിട്ട് ഒരു മൂത്ത മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിട്ടുള്ളത്. മൈദ നമുക്ക് ഈ ബട്ടറിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൈദ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ളൊരു സോസാക്കി എടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് പാല് ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാല് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് മുഴുവൻ പാലും ചേർത്തിട്ട് സോസ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ടേസ്റ്റിനായിട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഈ സോസ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. സോസ് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സ്ലൈസ് ചീസ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ചീസ് കൂടി ചേർത്താൽ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. ചീസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി 1-2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബണ്ണിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡിയായി. മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബണ്ണാണ്. അപ്പോൾ ഞാനിവിടെ 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. ഓരോ ബണ്ണും നമുക്കിതുപോലെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് മുഴുവൻ 4 ബണ്ണും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ ബണ്ണിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ 4 പീസ് ബണ്ണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ടോസ്റ്റ് ആയിട്ട് വന്നാൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് ടോസ്റ്റ് ആക്കി എടുത്താൽ നമുക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ സൈഡും ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. 2 സൈഡും ഒരുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ഇതിന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബണ്ണിൻ്റെ മുകളിലേക്ക് 1-2 ടേബിൾ സ്പൂണ് ബട്ടർ ഗാർലിക് എഗ്ഗിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റൊരു പീസ് ബണ്ണ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. വളരെ സിമ്പിളാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ട് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.